will be given by Mrs. Lali Vadakkedam. At this time, please come forward. വന്യനായ ജോഷുവ അച്ഛൻ, വിശ്വാസികളുടെ സമൂഹമേ, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുക്കാനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വചനങ്ങൾ ഇന്ന് എവൻഗേലിയോൻ വായനയിൽ കേട്ട ആദ്യ ഭാഗത്തിൽ നിന്നാണ് ഞാൻ അല്പമായി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് 2-3 ആശയങ്ങളുള്ളത് കൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതുപോലെ വിശുദ്ധ ലൂക്കോസിൻ്റെ 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വേദവായനയിൽ കേട്ടത്. അതിലെ ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പുതിയ നിയമത്തിലെ 3-ാമത്തെ കൃതിയാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിലാണ്. ഇത് പുറജാതിക്കാർക്ക് വേണ്ടി പുറജാതിക്കാരനാൽ എഴുതപ്പെട്ട പുറജാതിക്കാരുടെ സുവിശേഷമാണ്. ലൂക്കോസ് ഗ്രീക്കുകാരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ പുറജാതിക്കാരൻ എന്നാണ് കരുതിയിരുന്നത്. എല്ലാ പ്രമുഖ സംഭവങ്ങളും പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെയും സ്തുതിപ്പിന്റെയും സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ മാന്യത നൽകപ്പെട്ടിരിക്കുന്നു. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുന്നതിന് യേശു പ്രോത്സാഹിപ്പിക്കുന്നു. നാം യാചിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ബോധ്യവും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന വിശ്വാസവും യാചിക്കുന്നതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ദൈവഹിതത്തിനനുസരണമായി ആത്മാർത്ഥമായ അപേക്ഷകൾ, അതാണ് അന്വേഷിക്കുന്നതിലുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം പെട്ടെന്ന് മറുപടി നൽകാതിരിക്കുമ്പോൾ മടുത്തു പോകാതെ മറുപടിക്കായി കാത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. മുട്ടുവീൻ എന്ന കൽപ്പനയിൽ ഉള്ളതായിരിക്കുന്ന യാചിക്കുന്നവന് ലഭിക്കുന്നു എന്ന ക്രിസ്തുവിൻ്റെ ഉറപ്പ് എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു പിതാവ് തൻ്റെ മക്കളെ നിരാശപ്പെടുത്തുകയില്ല എന്ന് ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഭൂമിയിലെ നല്ല പിതാവിനേക്കാൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. നമുക്ക് നന്മയായുള്ളതെല്ലാം നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ഓർക്കണം. ഇവിടെ ഇന്ന് കാലത്ത് പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗങ്ങൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. അവർ നിങ്ങളോട് പറയും, നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം തരും. എന്നോട് ഒരാൾ പറഞ്ഞു, മഞ്ഞക്കാറ് വേണമെന്ന് പറഞ്ഞാൽ മഞ്ഞക്കാറ് തന്നെ ദൈവം തരുമെന്ന്. അതല്ല ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഞ്ഞക്കാറ് വേണ്ടിയവന് ചിലപ്പോൾ ഒരു കാറും കിട്ടിയില്ലെന്നിരിക്കും. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക. നമുക്ക് നന്മയായതുള്ളതാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം ആഗ്രഹിക്കുന്നു. അന്നുള്ള ആഹാരം ദൈവം നൽകുന്നു. എല്ലാറ്റിനും ഉപരിയായി തൻ്റെ മക്കൾക്ക് അവരുടെ സഹായിയായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ധാരാളമായി നൽകുമെന്ന്. Children, please listen. What a father among you, if his son asks for fish, will instead of a fish give him a serpent? Or if he asks for an egg, will give him a scorpion? Can you imagine a father doing this to his son? His son wants a fish for lunch, but his father slips him a snake. More than likely, this snake was the typical tiny water snake, often used in the early centuries as a bait. His son wants an egg.
to eat, and his father hands him a dead scorpion, which when dead rose up about the size of an egg. What kind of a father would pull those kinds of tricks on his son? A disgraceful, dishonorable father? And Jesus says, none of us can imagine that kind of father. You might find one like that here, but God isn't like that. Father on earth, he doesn't deceive his children or try to trick them. He doesn't harm them. Heavenly Father really care about me. Is he really listening to me, or is he tired of me? Is he willing to help me, or am I on my own? Does he really care about my need? The answer is yes, because our Heavenly Father is perfect Father. If you then who are evil, sinful, know how to give good gifts to your children, how much more will the Heavenly Father give the Holy Spirit to those who ask him? You can't come to him too often, or you can't come to him at the wrong time. Any time, every time is okay with God. Prayer is possible because our Father is always reachable and he is always honorable. So make it a habit throughout the day to come to him in prayer. യാചിക്കുന്നവന് പരിശുദ്ധനെ കൊടുക്കുന്ന ക്രിസ്തു തൻ്റെ അനുയായികൾക്ക് യാചിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് ക്രിസ്തു തൻ്റെ അനുയായികൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ളതാണിത്. യേശുവിന് പരിശുദ്ധാത്മാവുമായി പ്രത്യേക ബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീർന്നവർക്ക് നൽകാമെന്ന് ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്ന ആത്മാവിൻ്റെ പൂർണ്ണത സംബന്ധിച്ചുള്ള വചനങ്ങളാണിത്. ഈ വാഗ്ദത്തം പെന്തക്കോസ്ത് നാളിൽ ആദ്യമായി നിറവേറി. തൻ്റെ ശിഷ്യന്മാരായിരുന്നവരും പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിനായി യാചിക്കുന്നവരുമായ എല്ലാവർക്കും ഇന്നും ഈ വാഗ്ദത്തം അവശേഷിക്കുന്നു. അതുപോലെ സ്നേഹം, പ്രാർത്ഥന, ധ്യാനം, ആരാധന എന്നിവ കർത്താവിനെ അന്വേഷിക്കുന്നതിന് ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിനായി നാം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായി, ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം. രണ്ടാമത്, ദൈവത്തിൻ്റെ പ്രതിസ്നേഹവും നന്മയും ഗ്രഹിക്കുക. മൂന്നാമത്, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. 4, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ പാലിക്കുക. 5, ക്രിസ്തുവിനെ അനുസരിക്കുക. ഈ വക ചിന്തകൾ നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.